കുടുംബജീവിതം മാത്രമല്ല, വ്യക്തി ജീവിതം. അതല്ലേ ഈശോ ബൈബിളിൽ പറയണില്ലേ, നിന്റെ മുമ്പിൽ വെള്ളവും തീയും വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നീ കാര്യമായിട്ട് ആലോചിക്കണം. തീ തിരഞ്ഞെടുത്താൽ പൊള്ളും, വെള്ളം തിരഞ്ഞെടുത്താൽ സൗഖ്യം കിട്ടും. എപ്പോഴും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതെന്തി പോലെ അങ്ങനെ പറയണേ? അല്ല സിസ്റ്റർ, ഞാനും എൻ്റെ 3 കൂട്ടുകാർ, എനിക്കറിയില്ല, ഞാൻ അവരുടെ കൂടെ കൂടി. അവർ കഞ്ചാവ് വിൽപ്പനയും പെണ്ണു വ്യാപാരവും ഒക്കെ ഉള്ള മനുഷ്യരായിരുന്നു. അനാശാസ്യ കടത്തുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും. ഞാൻ അറിഞ്ഞില്ല, പുറത്തേക്ക് നല്ല മിടുക്കന്മാരാണ്. ഞാൻ അവരെൻ്റെ കൂട്ടുകാരായിരുന്നു. അവരോട് എന്നെ കൂട്ടി വിളിച്ചു, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഇവര് നേരെ പോയി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് ഫോൺ കോൾ വന്നു, എൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് എനിക്ക് അവിടുന്ന് പോരേണ്ട വന്നു. ഞാൻ ഭയങ്കര നിഷ്കളങ്കനാണ് സിസ്റ്റർ, എനിക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളാണ്. ഞാൻ അമ്മയ്ക്ക് ഫോൺ വന്നു, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നീടാണ് ഞാൻ അറിയുന്നത്, ആ ഹോട്ടലിൽ വെച്ച് അവരെ രണ്ടുപേരെയും പിടിച്ച് അവരിത് ജീവപര്യന്തം തടവനാണ്. കഞ്ചാവ് കേസും പെണ്ണ് കേസും. ഞാൻ സത്യത്തിൽ അവിടെ. അപ്പൊ അതിന്റെ ഓപ്ഷനാണ്. ഇവരെ കേറുമ്പോൾ തുടങ്ങി ഇവരുടെ മനസ്സിലൊരു സംശയമുണ്ട്. ഇവരുടെ അടക്കം പിടിച്ചുള്ള സംസാരം കേട്ടപ്പോൾ ഇവര് തോന്നി, ഇവര് പെശനാണല്ലോ പോണേ, ഇവരെ പിടിക്കാൻ പോണോ, എന്നെ എന്തിനാ കൊണ്ടുപോകണം. ഞാൻ കുറെ കുത്തി ചോദിക്കുന്നുണ്ട്, ഇവരൊന്നും മിണ്ടണില്ല, അവരൊന്നും മിണ്ടണില്ല. അപ്പൊ തുടങ്ങി ഇവരുടെ മനസ്സിൽ സംശയമുണ്ട്. ഈ സംശയം എന്ന് പറയുന്നത് മനുഷ്യനാത്മാവ്. അവന്റെ മനസാക്ഷി അവനോട് പറയുന്നത്, അരുത് അരുത്, ഇത് നിന്റെ വഴിയല്ല, ഇത് നിന്റെ വഴിയല്ല, നീ പോക, ഇവന്റെ കൂടെ പോണ്ട, നീ തിരിച്ചു പോ, തിരിച്ചു പോ, തിരിച്ചു പോ. പക്ഷെ ഇവർ പിന്നെയും പിന്നെയും നല്ല കൂട്ടുകാരാണ്, കുഴപ്പമില്ല, മിടുക്കന്മാരാണ്, എനിക്ക് ആവശ്യത്തിന് കാശൊക്കെ തന്നെ കടം ചോദിക്കുന്ന എപ്പോഴും തരുന്നത്, എൻ്റെ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്ന ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ കൂടെ പോയത്. ആ മൊമെന്റില് ഒരുപക്ഷെ അമ്മ ആശുപത്രിയിലാണ്. ഭാര്യ പറഞ്ഞു, ഇപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്ക് വയ്യ, നെഞ്ചുവേദന, ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ, നിങ്ങൾ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവന്റെ മനസ്സിലൊരു തോന്നലൊന്നുമില്ല, പോവാം. ആ ഒരു മൊമെന്റിൽ അവന്റെ തെരഞ്ഞെടുപ്പ് കൂട്ടുകാരുടെ കൂടിയായിരുന്നെങ്കിൽ അവന്റെ ജീവിതം കട്ടപ്പുക, ജീവപര്യന്തം ജയില്. നമ്മുടെ ജീവിതത്തില് ഓരോ മൊമെന്റിലും നമുക്ക് തെരഞ്ഞെടുപ്പുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ തിരഞ്ഞെടുക്കാൻ, നല്ലത് തിരഞ്ഞെടുക്കാൻ, അതാണ് പ്രത്യാശയുടെ പടിവാതിൽ. പ്രത്യാശയുടെ വഴിയിലൂടെ നടക്കണമെന്ന്. ഹോപ്പ് ഓഫ് ദ ഇയർ അല്ലെ, ഇയർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വർഷമാണ്, ജൂബിലി വർഷമാണ്. ആ പ്രത്യാശയുടെ കവാടത്തിലേക്ക് നടന്നെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ പന്ഥാവിൽ ചരിക്കുന്നവര് ആകുള്ളൂ.